വിശ്വസിക്കുന്നുണ്ട്. അവർ ദൈവത്തിന് നന്ദി കരറ്റിയാണ്, അവർ ദൈവത്തിന് സ്തുതി കരറ്റിയാണ്. അല്പം കൊണ്ട് മതിയും കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവം, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, രാജാതി രാജാവായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഊലാടിക്കൊണ്ടിരിക്കുന്നത് ആ ദൈവിക പ്രസൻസ് അനുഭവിക്കുന്ന ദൈവസ്ഥലത്തിലുണ്ട്. ദൈവത്തിനൊന്ന് മഹത്വം പഠിപ്പിച്ചാട്ടെ. ദൈവസ്ഥലിരിക്കുമോ? ദൈവത്തിന്റെ വചനത്തിന്റെ ആള് നമ്മളോട് വിടുക. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുക. നമ്മുടെ ഈ ഹല്ലേലൂയ കമ്പൈൻ വർഷിപ്പ് വെറും ഒരു ഗാദറിംഗായി മാറാതെ ദൈവത്തിന് വലിയ വിടുതലുകള്, ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് ദൈവത്തിന് വല്ലാതെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവർക്കും നഗരത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ. ഓ mighty God, in the name of Jesus, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ച് ഹൃദയം ദൈവത്തിന് ഉണ്ടായി ഒന്ന് പകർന്ന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് സാന്നിധ്യത്തിന് വേണ്ടി നമ്മെ സമർപ്പിച്ചു. ദൈവമേ, ചില മിനിറ്റ് കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോ അങ്ങനോട് സംസാരിക്കണമേ, ഇവിടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ഓ ഒരു സമർപ്പണ ഗീതം, പ്രൈസ് ദി ലോർഡ്, നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ സ്വർഗ്ഗമായേക്കട്ടെ, ആത്മാവിന്റെ കൃപ നമ്മുടെ മേൽ ദൈവമായേക്കട്ടെ. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തിന് മുൻപാകെ നമ്മെ ഏൽപ്പിച്ച സമർപ്പണ ഈ വിളികളെ നമുക്കൊന്ന് ചേർന്ന് പാടി വേഗം ആത്മാവിന്റെ ദൈവ സാന്നിധ്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമേ. ഞാൻ പാരും വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കയറ്റണമേ. ആത്മാവിന്റെ പ്രത്യാപാര ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. സകലം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അവിടെയായി നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ റോയി വർഗീസ് അവറുകൾ, കുടുംബം, ഈ സഭയിലെ ദൈവത്തിന്റെ ജനം, ഈ പരിസര പ്രദേശത്തു നിന്നായി ഇന്നത്തെ കമ്പൈൻ വർഷിപ്പിൽ ഒന്നിച്ച് ആരാധനയ്ക്കായിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ അത് പാസ്റ്റർ സേവ്യർ അവറുകൾ, കുടുംബം സഭ, പാസ്റ്റർ സോജൻ മാത്യു അവറുകൾ, കുടുംബം സഭ, അതുപോലെ ഇവാഞ്ചലിസ്റ്റ് ബോവൻ കുടുംബം, മാഞ്ചസ്റ്റർ സഭ, ലിവർപൂളിലെ ചർച്ച്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒന്നിച്ച് ആരാധനയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത്
ദൈവത്തിന്റെ മഹത്വം അർപ്പിക്കുകയും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഏറിയ ദിവസങ്ങളായിട്ട് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു മീറ്റിംഗ് ആണല്ലോ ഇന്ന് ഇവിടെ നടക്കുന്നത്. അതേ സ്തോത്രം, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിന്റെ ആരംഭഘട്ടം മുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് അതേ സ്തോത്രം ഈ കമ്പൈൻ വർഷിപ്പിലൂടെ ഈ സഭയ്ക്കുള്ളിൽ അല്ല കടന്നു വന്ന ഓരോ വ്യക്തികളിലും ചില വിടുതലുകളും ചില പ്രവൃത്തിയും ചെയ്തു മാത്രമേ ഈ ആരാധനയിൽ നമ്മെ വരികയുള്ളൂ. എത്ര പേരെന്ന് പറയുന്നത് വിശ്വസിക്കുന്നു? ശക്തിയേറിയ ആത്മാവിന്റെ ദൂതുകൾ ദൈവദാസനോട് ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. പങ്കാളികൾ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് ചെയ്യട്ടെ. ഈ ദിവസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവൃത്തി നമ്മുടെ ആരാധനകളിലും നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് ദൈവത്തിൽ ഇരിക്കുമ്പോൾ ഈവൻ കോട്ടേജ് മീറ്റിംഗ് പോലും സമയങ്ങളിൽ നിർത്തുവാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവാഹവും അതിന്റെ വിടുതലുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിൽ ദൈവം പകരുന്ന അഭിഷേകത്തിന്റെ നിറവ് കാണുമ്പോൾ ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കാറുണ്ട്. ആ നിലയിലുള്ള ആത്മാവിന്റെ പ്രവാഹത്തിന്റെ ഒരു കാലയളവിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. നാം വന്നിരിക്കുന്ന ഈ രാജ്യം സ്കോട്ട്ലൻഡ് ഉണർവിൽ വളരെ സ്ഥാനം പിടിച്ച രാജ്യങ്ങളിൽ ഒന്നാണ്. പ്രധാനമായി വെയിൽസിൽ ഇവാൻ റോബർട്ട്സ്, ഇംഗ്ലണ്ടിൽ ജോൺ വെസ്ലി, സ്കോട്ട്ലൻഡിൽ ജോർജ് നോക്സ് തുടങ്ങിയ ദൈവവൃത്യന്മാരെ അതേ സ്തോത്രം ഈ രാജ്യത്ത് വ്യാപരിച്ച ഉണർവിന് ദൈവം മുഖാന്തരമായി ഉപയോഗിച്ചവർ ഈ ചിലരാണ്. സ്തോത്രം. അതിനകത്ത് സ്കോട്ട്ലൻഡിൽ ഉണർവ് വ്യാപരിപ്പാനിടയായത് ജോർജ് നോക്സ് എന്ന് പറഞ്ഞ ദൈവദാസൻ തന്റെ പ്രസംഗമായിരുന്നില്ല ഉണർവിന് മുഖാന്തരമായി മാറിയത്, മറിച്ച് പലവികൾ തറച്ച വീടിനകത്ത് മുഴങ്കാൽ മടക്കി രാത്രികളെ പകലാക്കി താഴെ ദൈവത്തോട് മുഴങ്കാൽ മടക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ സ്കോട്ട്ലൻഡിനെ എനിക്ക് തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ദൈവമേ സ്കോട്ട്ലൻഡിനെ എനിക്ക് തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ഈ പ്രാർത്ഥന ദൈവത്തിന് മുൻപാകെ കഴിച്ച അത് ജോർജ് നോക്സിന്റെ കാലഘട്ടത്തിലാണ് അതേ സ്കോട്ട്ലൻഡിനെ ഉണർവായ പദ്ധതിയായത്. പ്രാർത്ഥന വീരന്മാരെ ഉയർത്തിയ ഒരു സ്കോട്ട്ലൻഡാണ്. പ്രാർത്ഥന വീരന്മാരിലൂടെ രാജ്യങ്ങളുടെ ഉണർവിന് അല്ലെങ്കിൽ സ്ഥാനം പിടിച്ച സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഈ സ്കോട്ട്ലൻഡിന്റെ മണ്ണിൽ ആരാധിക്കുന്ന ജനത്തെ, പ്രാർത്ഥിക്കുന്ന ജനത്തെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഈ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ ദൈവപ്രവൃത്തി സ്തോത്രം നടന്നുകൊണ്ടിരിക്കുന്ന, നടക്കുവാൻ ദൈവം പ്ലാൻ ചെയ്ത് നമ്മളിലൂടെ ആരംഭിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന നാളുകളാണിത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവം ഉണർവ് ദേശത്ത് അയക്കാൻ ആഗ്രഹിക്കുമ്പോ ദൈവം ആദ്യം നോക്കുന്നത് അത് ആരിലൂടെയാണ് ഞാൻ ദേശത്ത് അയക്കേണ്ടത്. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ദേശത്ത് ചെയ്യുവാനുള്ളപ്പോൾ ദൈവം നോക്കുന്നത് ഇനി ഞാൻ ആരുടെ മേലാണ് ആ ഉണർവിനെ ഒന്ന് അയക്കേണ്ടത്. ദൈവം നേരിട്ട് ഇറങ്ങി വന്നല്ല ഒരു സ്ഥലത്തും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ദൈവത്തിന് പകരമായി സ്ഥാനാപതികളാക്കി വെച്ചിരിക്കുന്ന ജനത്തിലൂടെയാണ് ആ ശുശ്രൂഷകൾ ദൈവം അന്നും ഇന്നുമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുങ്ങിയാൽ ദൈവം എന്നോട് അത് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരുങ്ങിയാൽ ദൈവം നിങ്ങളിലൂടെ അത് ചെയ്യും. മറ്റൊരു വ്യക്തി ഒരുങ്ങിയാൽ ദൈവം അവരിലൂടെ അത് ചെയ്യും. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഒരുക്കപ്പെട്ട വ്യക്തികളിലൂടെ ദൈവം ദേശത്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളെ ചെയ്ത് ഒരു വലിയ കൊയ്ത്തിന്റെ കാലഘട്ടത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുന്ന നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് കണ്ണാൽ കാണുവാൻ പോകുന്നു. നാം അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പ് അതിവിദൂരമായ ഭാവിയിൽ ഞാൻ നിങ്ങളുടെ ഭാഗമായി മാറുവാൻ പോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഒരു കമ്പൈൻ വർഷിപ്പ്, ഇന്ന് പകൽക്കാലം ഒരു സംയുക്ത ആരാധന ഈസ്റ്റ് കിൽമറൈ ചർച്ചില് സ്വർഗ്ഗം ഒരുക്കുവാനിടയായത്. ആ ദൈവിക പദ്ധതി നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പരിശുദ്ധന്മാവ് നമ്മെ ഇടയാക്കട്ടെ. അതിനായി നമുക്ക് ഒരുക്കാം, അതിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹൃദയത്തിൽ ദൈവം നൽകിയ ചില ചിന്തകൾ 11 വേഗത്തിൽ ഓർപ്പിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമെടുത്ത് വായിക്കാം. എബ്രായ ലേഖനം
11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദവ്യക്തി വായിക്കാവുന്നതാണ്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുക. നമുക്ക് പരിചയമുള്ള അധ്യായങ്ങളിൽ ഒന്നാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കാത്തവർ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. വിശ്വാസിയാണെങ്കിൽ അത് വായിച്ചിരിക്കും. അതിലെ 1-ാം വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. വിശ്വാസം എന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസത്തിനൊരു നിർവചനം നൽകിയ വാക്യമാണ് അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസം. 3-ാം അധ്യായം അതുതന്നെയാണ്. 3-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് അവിടെയും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? ഈ വിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് എന്താണ് അവിടെ വായിക്കുന്നത്? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ ഈ വിശ്വാസത്തെ പഠിപ്പിക്കാൻ ദൈവം കണക്ട് ചെയ്തത് ദൈവത്തിന്റെ സൃഷ്ടി. അപ്പൊ അത് ശ്രദ്ധിച്ചുപോ. വിശ്വാസത്തെ നമ്മെ ഒന്ന് പഠിപ്പിക്കുവാൻ ദൈവം കണക്ട് ചെയ്തിരിക്കുന്നത്, പരിശുദ്ധന്മാർ കണക്ട് ചെയ്തിരിക്കുന്നത് സൃഷ്ടിയെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ വിശ്വാസവും സൃഷ്ടിയും തമ്മിൽ കണക്റ്റഡ് ആണ്. തത്വം വേണ്ട വിധത്തിൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകില്ല. ഒന്നുകൂടി ഞാൻ പറയാം. സ്തോത്രം. ഈ സൃഷ്ടി നടക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. എന്തെങ്കിലും ദൈവം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അതിനെ അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത് ദൈവജനത്തിന്റെ വിശ്വാസമാണ്. അന്നും ഇന്നുമല്ല ദൈവം എന്തെങ്കിലും തന്റെ ജനത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനമായി ഉപയോഗിച്ചിട്ടുള്ളത് വിശ്വാസത്തെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നെ വിശ്വാസം എന്തെന്ന് പഠിപ്പിക്കാൻ ദൈവം എഴുതി വെച്ചു. എന്ത്? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് കാണപ്പെടാത്ത ദൈവം തന്റെ ഏക വാക്കുകളാൽ ഇത് മുഴുവനും സൃഷ്ടിച്ചു എന്ന് ഒരു ഭക്തൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വിശ്വാസം തന്റെ ഉള്ളിൽ അങ്കുരിക്കുവാൻ കഴിയുള്ളൂ. സൃഷ്ടിയുമായി കണക്ട് ചെയ്യാത്തതൊന്നും വിശ്വാസമല്ല. കാരണം വിശ്വാസം എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാണപ്പെടാത്തത്, ഇന്ന് കാണപ്പെടാത്തത്, ഇന്ന് ഇല്ലാത്തത്, ഇന്ന് അസാധ്യമായിരിക്കുന്നത്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്തത്, പണത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, പാരമ്പര്യങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത്, സ്വാധീനത്തിന് ചെയ്യുവാൻ കഴിയാത്തത് വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ മകനത്തിന്റെ പകർക്കാരൻ പറയുന്നത്, ദൈവത്തിന്റെ പൈതലേ നീ വിശ്വാസിയാണോ? ഇന്ന് പകർക്കാരൻ ദൈവത്തിന്റെ സൃഷ്ടിയെ വിശ്വസിക്കണം. സൃഷ്ടിയെ വിശ്വസിക്കാത്ത വിശ്വാസമാണ് ഫലമില്ലാത്ത വിശ്വാസമാണ്. വിശ്വാസം ഫലവത്തായി മാറുന്നത് നാം വിശ്വസിക്കണം ദൈവമാണ് സൃഷ്ടിതാവ്. സൃഷ്ടിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന യൂണിവേഴ്സിറ്റി, ഈ കാണുന്ന അതേ മുഴുവൻ ലോകവും സൃഷ്ടിച്ച ദൈവം എന്ന് വെച്ചാൽ സൂര്യനെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, അതേ സ്വന്തം ഗോളങ്ങളെ സൃഷ്ടിച്ചു. കാണുന്ന താൽക്കാലികമായ കാര്യങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് വസിക്കുവാൻ മൃഗങ്ങളെ സൃഷ്ടിച്ചു, ഇതിനകത്ത് ഭൂമിയെ വാസയോഗ്യമാക്കി. കാണുന്നത് മുഴുവനും ശൂന്യതയിൽ നിന്ന് ദൈവം സൃഷ്ടിപ്പാനിടയായി. ആ ദൈവത്തെയാണ് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് മാതൃകയാക്കി ദൈവവചനം പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് പകർക്കാൻ ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? ശൂന്യതയിൽ നിന്ന് ദൈവദേശം സൃഷ്ടിക്കുന്ന ദൈവത്തിനുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാം ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നതല്ല വചനം പറയുന്ന വിശ്വാസം.
വചനം പറയുന്ന വിശ്വാസം ഒന്നുമില്ലാത്തപ്പോൾ വിശ്വസിക്കുന്നതാണ് വചനം പറയുന്ന വിശ്വാസം. നിന്റെ ജീവിതത്തിനകത്ത് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഇതെന്റെ ദൈവം ചെയ്തു തരുവാൻ വിശ്വസ്തനാണ്, എന്റെ ദൈവത്താൽ ഇത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് വചനം പറയുന്ന വിശ്വാസം. മനസ്സിലാവുന്ന ഈ സൃഷ്ടിയുമായിട്ടാണ് വിശ്വാസത്തെ ദൈവത്തിന്റെ ആത്മാവ് കണക്ട് ചെയ്തിരിക്കുന്നത്. അഥവാ വിശ്വാസം കൊണ്ട് ദൈവം ചെയ്യുന്നതും ഇത് തന്നെയാണ് സൃഷ്ടി. വിശ്വസിക്കുന്നവരാൽ ദൈവം സൃഷ്ടിക്കപ്പെടുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിക്കുന്നവരാൽ ഹല്ലേലൂയ ദൈവം അവർക്ക് വേണ്ടി ഇല്ലാത്ത ചിലതിനെ സൃഷ്ടിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവരാൽ ദൈവത്തിന് ചിലത് അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ സൃഷ്ടിക്കപ്പെടുവാൻ ഇടയായി വരുന്നു. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ദൈവം പറയല്ലേ, നീ ആരാധനയ്ക്ക് വന്നുവെങ്കിൽ നീ വിശ്വസിക്കുക, നീ ആരാധനയിലൂടെ നിന്റെ ജീവിതത്തിൽ ഇന്നില്ലാത്തതിനെ സൃഷ്ടിക്കപ്പെടുത്തുക, നിന്റെ ജീവിതത്തിൽ അതിനെ ഉത്ഭവിക്കുമ്പോൾ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഈ വചനം പഴയ നിയമത്തിൽ എഴുതപ്പെടാത്ത കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചിട്ട് അബ്രഹാം വിളിച്ചു പറഞ്ഞു, സ്തോത്രം, അവൻ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത്. പറയാം, ഇത് എഴുതപ്പെട്ട ലിഖിതമായി നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നപ്പോൾ വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ ഇത് എഴുതപ്പെട്ട ലിഖിതമായി കരങ്ങളിൽ കൊടുക്കാതിരുന്നപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം. ഇന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു വിശ്വാസികളുടെ. വിശ്വസിക്കുന്നവർക്ക് ദൈവം അവനെ പിതാവാക്കി വെച്ചു. വിശ്വസിക്കുന്നവർക്ക് സാറയെ അമ്മയാക്കി വെച്ചു, മാതാവാക്കി വെച്ചു. കാരണം ഇന്ന് എഴുതപ്പെട്ടു നമ്മുടെ കരത്തിൽ തന്നപ്പോൾ നമുക്ക് വിശ്വസിക്കാം. ഇത് എഴുതപ്പെടാതെ സ്തോത്രം ദൈവം പറഞ്ഞ വാക്കുകളിൽ അബ്രഹാം വിശ്വസിച്ചിട്ട് പറഞ്ഞു, അവൻ സൃഷ്ടി നടത്തുവാൻ വിശ്വസ്തൻ. എന്റെ ശരീരത്തിന്റെ അവയവം ഇന്ന് മരിച്ചതാണ്. പുത്രോത്പാദനത്തിനുള്ള ശേഷി എന്നിലില്ല, എന്റെ ഭാര്യ സാറയിലില്ല. പക്ഷെ ഒന്നുമില്ലായ്മയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന് ചിലരെ സൃഷ്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തൻ. ചിലരെ സൃഷ്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തൻ. ഇത് വിശ്വസിക്കുന്ന അബ്രഹാമിനെ വിളിച്ചു പറയുന്നു, അബ്രഹാമേ, നീ വിശ്വാസികളുടെ പിതാവായി. അബ്രഹാമേ, നീ വിശ്വാസികളുടെ പിതാവാണ്. ദൈവത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷയുണ്ട്. ഒന്ന് വീണ്ടെടുപ്പ്. പറഞ്ഞാട്ടോ, വീണ്ടെടുപ്പ്. സ്തോത്രം. ഇത് ദൈവത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. വീണ്ടെടുക്കുവാൻ മറ്റൊരു വ്യക്തിക്കും കഴിയത്തില്ല. വീണ്ടെടുക്കുവാൻ മറ്റൊരു മതത്തിനും കഴിയത്തില്ല. വീണ്ടെടുക്കുവാൻ ഒരു പാസ്റ്റർക്കും ഒരു മത പുരോഗതിനും കഴിയത്തില്ല. ഒരുവനെ വീണ്ടെടുപ്പാൻ കഴിവുള്ളത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്തത്തിനു മാത്രം, ദൈവത്തിന് മാത്രം. ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എന്നെ നിങ്ങളെ വീണ്ടെടുത്ത് അവന്റെ ജനമാക്കി, അവനെ അവകാശികളാക്കി സ്വർഗ്ഗം മാറ്റിയ ദൈവത്തിന്റെ വിശ്വസ്തതയോട് ഇന്ന് വൈകാലം ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്.
Praise God. രണ്ട്, ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നാണ് സൃഷ്ടി. Praise God. സൃഷ്ടി നടത്താൻ വേറെ ആർക്കും അധികാരമില്ല, അത് കഴിയിട്ടുമില്ല. സ്തോത്രം. ആരെങ്കിലും അത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതാണ്, ദൈവത്തിൽ മാത്രമുള്ള പ്രവൃത്തിയാണ്. അന്നും ഇന്നും സൃഷ്ടി നടത്തുന്ന ദൈവമാണ്. പക്ഷെ സൃഷ്ടി നടത്തുവാൻ വിശ്വസിച്ചാൽ, ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടി നടത്തും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ആ സൃഷ്ടി ദൈവം നടത്തും. നിന്റെ തലമുറ വിശ്വസിച്ചാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആ സൃഷ്ടി ദൈവം നടത്തും. നിന്റെ സഭ വിശ്വസിച്ചാൽ നിന്റെ സഭയ്ക്ക് വേണ്ടി ആ സൃഷ്ടി ദൈവം നടത്തും. ഈ രാജ്യം വിശ്വസിച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി ആ സൃഷ്ടി ദൈവം നടത്തും. ഇന്ന് നമുക്ക് വിശ്വസിക്കുന്നവർ ആരുണ്ടോ അവർക്ക് വേണ്ടി സൃഷ്ടിപ്പാൻ പ്രാപ്തനായ ദൈവം ഇന്ന് നമുക്ക് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം നിർവഹിക്കുന്നത് വിശ്വാസമാണ് അതിന്റെ അടിസ്ഥാനമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, ദൈവത്തിന് ഈ സൃഷ്ടി നമ്മളിൽ നിർവഹിക്കുവാൻ, നമ്മളിൽ ചെയ്യുവാൻ വിശ്വാസത്തിന് എന്ത് ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. അപ്പൊ നോക്കണം, ഈ വിശ്വാസം നമ്മളിൽ അങ്കുരിച്ചെങ്കിലേ എന്ത് നടക്കുകയുള്ളൂ? സൃഷ്ടി നടക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ഉത്പാദനം നടക്കുകയുള്ളൂ. സ്തോത്രം. ഇല്ലാത്ത ശൂന്യതകളെ മാറി ഉള്ളതുപോലെ ചെറുതവിടെ പ്രത്യക്ഷമാവുകയുള്ളൂ. ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുവാൻ വചനം പഠിപ്പിക്കുന്നത്, സ്തോത്രം, കേൾവി. എന്ത് കേൾവി? വചന കേൾവിയാണ് വിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ധാരാളം കേട്ടുള്ള വചനമാകയാൽ അതിന് മൂർച്ച നമ്മളിൽ അധികം ഇല്ലെന്ന് എനിക്കറിയാം. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. ദൈവത്തിന് തന്നെ സൃഷ്ടി നമ്മളിൽ ചെയ്യുവാണ്. സ്തോത്രം. ദൈവം എന്ത് ചെയ്യണം? നമ്മളിൽ എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസം നമ്മളിൽ കടന്നു വരേണ്ടതിന് വചനം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്തെന്നറിയാമോ? വചനം കേൾക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ന് കേൾക്കപ്പെടുന്നത് നാളെ നമ്മളിൽ സൃഷ്ടിക്കപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ന് നീ കേൾക്കപ്പെടുന്നത് നാളെ നിന്നിൽ സൃഷ്ടിക്കപ്പെടും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ന് നീ കേൾക്കുന്നത് എന്താണോ അത് നാളെ നിന്നിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുക. ഇന്ന് നീ കേൾക്കുന്നത് എന്താണോ അത് നാളെ നിന്നിൽ ഉത്ഭവിപ്പാൻ പോകുക. ഇന്ന് നീ കേൾക്കുന്നത് നാളെ നിന്റെ കുടുംബത്തിൽ ഉത്ഭവിപ്പാൻ പോകുന്നു. ഇന്ന് നീ കേൾക്കുന്നത് നാളെ നിന്റെ സഭയിൽ ഉത്ഭവിപ്പാൻ പോകുന്നു. ഇന്ന് കേൾക്കുന്നത് നാളെ പ്രത്യക്ഷമാകാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അതുകൊണ്ടാണ് എബ്രായലേഖനം 3-ാം അധ്യായം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവരെ പോലെ നാം ഒരു സത്വർത്തമാനം കേട്ടവരെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് എന്തായി മാറിയില്ല? അത് ഉള്ളിൽ കയറാത്തത് കൊണ്ട് സൃഷ്ടി ഉണ്ടായില്ല. മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ നല്ല മെസ്സേജ് കേട്ടത് കൊണ്ട് ഒന്നും ഫലമില്ലെന്നേ. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. സൃഷ്ടി ഉള്ളിൽ നടക്കണമെങ്കിൽ നല്ല സന്ദേശം കേട്ടത് കൊണ്ടല്ലോ. കേൾക്കുന്ന സന്ദേശം നീ വിളിച്ചു പറയണം, ഇതെനിക്കുള്ളതാ, ഇതെന്റെ വിഷയത്തിനുള്ള പരിഹാരമാ, ഇതെന്റെ കുടുംബത്തിൽ സൃഷ്ടിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ, ഇത് തകർന്നു പോയ കുടുംബത്തെ, ഇത് തകർന്നു പോയ തലമുറയെ, ദുഷ്ടൻ പിടിച്ചടക്കിയ മണ്ഡലങ്ങളെ, തിരികെ കരുവാകുന്നത്
ദൈവാത്മാവ് ചിലത് ചെയ്ത ജനത്തെ അയക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രവർത്തി ഈ ഹോളിൽ ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കമ്പൻ വർഷിപ്പെന്ന് മരിച്ച് ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവത്തെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിന്റെ ശക്തി ചൊവ്വേ കേട്ടോ. ഇതകത്ത് കയറിയ സിദ്ധിക്കപ്പെടും. ഇതകത്ത് കയറിയിട്ട് നീ പറയും കമ്മേൻ വർഷത്തിൽ വന്നപ്പോൾ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. വിശ്വസിക്കുന്നവർക്ക് അതിന്റെ പ്രവൃത്തിയായി പരിണമിക്കുമോ? വിശ്വസിക്കാത്തവർക്ക് ഒന്നും ചെയ്യാതെ കടന്നു പോകുന്നു. വിശ്വസിക്കാത്ത ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിനൊക്കെ വെളിപ്പെടുത്തി, നിന്റെ തലമുറയിൽ വെളിപ്പെടുത്തി ആത്മാവിന്റെ പ്രവൃത്തി ദൈവം ചെയ്യുമെന്ന് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് വചനം വായിച്ചത് വിശ്വാസത്തിന്റെ ഉത്പാദനം ഹൃദയത്തിൽ നടക്കുന്നത് കേൾവിയാലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോണം. എന്താ കേൾക്കുന്നത് സൂക്ഷിച്ചോണം. ഇന്ന് കേൾക്കുന്നത് നാളെ ഉത്ഭവിക്കും. ഇന്ന് നീ അവിശ്വാസത്തിന്റെ വാക്ക് കേട്ടാൽ നാളെ നിന്റെ ജീവിതത്തിൽ അവിശ്വാസം ഉത്ഭവിക്കും. ഇന്ന് നീ വിശ്വാസത്തിന്റെ വചനം കേട്ടാൽ നാളെ നിന്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ ചിലത് ഉത്ഭവിക്കും. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് നീ പരാജയത്തിന്റെ വാക്ക് കേൾക്കാൻ ചെവി വിട്ടുകൊടുത്താൽ നാളെ നിന്റെ ജീവിതം പരാജയം ഉത്ഭവിപ്പിക്കും. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ജയത്തിന്റെ വാക്ക് കേൾക്കുവാൻ ദൈവവചനത്തിനോട് ചെവി വിട്ടുകൊടുത്താൽ നാളെ നിന്റെ കുടുംബം ദൈവത്തിന്റെ പ്രമോഷൻ നടത്തും, ദൈവത്തിന്റെ ഉത്സവം നടത്തും. ഇന്ന് കേൾക്കുന്നതുണ്ടോ നാളെ പുറത്തു വരുവാനായ കേൾക്കുന്നതുണ്ടോ സൃഷ്ടിക്കാൻ പുറത്തു വരുവാനായ കേൾക്കുന്നതിനെ ഉത്ഭവിപ്പിക്കുന്നവർ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും കേൾക്കേണ്ടതിന് വേണ്ടി ദൈവം സൃഷ്ടിക്കപ്പെട്ടതല്ല. എന്ത് കേൾക്കണമെന്ന് വചനം ദൈവവചനോട് കൃത്യമായി പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ സ്തോത്രം, ഇന്ന് നീ കേൾക്കാൻ എന്തിന് ചെവി വെച്ചു കൊടുക്കുന്നോ നാളെ നിന്റെ കുടുംബത്തിനകത്ത് അത് ഉത്ഭവിക്കും. ഇന്ന് നീ പരാജയത്തിന് ശബ്ദം കേൾക്കുവാൻ നീ ചെവി വെച്ചു കൊടുത്താൽ നാളെ നിന്റെ കുടുംബത്തിനകത്ത് പിശാച് പരാജയം കൊണ്ടുവരും. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വചനം സൃഷ്ടി നടത്തുന്ന വചനം കേൾക്കുവാൻ ചെവി വിട്ടുകൊടുത്താൽ നാളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിനകത്ത് ഇന്നില്ലാത്തതിന് നാളെ ഉത്ഭവിപ്പിക്കും. ഇന്നില്ലാത്തതിന് ദൈവം നാളെ ഉത്ഭവിപ്പിക്കും. ഇന്നില്ലാത്തതിന് ദൈവം കൊണ്ടുവരും. ഇന്നില്ലാത്തതിന് ദൈവം കൊണ്ടുവരും. ഇന്ന് പിശാച് തകർത്തു കളഞ്ഞതിനെ നിന്റെ ദൈവ ശബ്ദം കേൾക്കുവാൻ നിന്റെ ചെവി വിട്ടുകൊടുത്താൽ ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ ജീവിതത്തിനകത്തേക്ക് ദൈവം അത് ഉത്ഭവിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് വളരെ ശ്രദ്ധിച്ചോ. എന്ത് കേൾക്കുന്നുവോ അത് നാളെ പുറത്തു വരും. അതുകൊണ്ട് വചനം പറഞ്ഞു, നിന്റെ കേൾവി എന്തായിരിക്കണം? വചനം. വചനം വിട്ട് എന്തെങ്കിലും കേട്ടാൽ വിശ്വാസത്തിന് പകരം അവിശ്വാസം ഉത്ഭവിക്കും. വിശ്വാസത്തിന് പകരം അവിശ്വാസം ഉത്ഭവിക്കും. വീണ്ടും വചനത്തോട് പറയുന്നു, അതേ സ്തോത്രം, ഇന്ന് കേൾക്കുവാൻ എന്തിനു വേണ്ടിയാണോ സമയം ചെലവഴിക്കുന്നത് നാളെ സൃഷ്ടിയായി അത് പുറത്തു വരും. മനസ്സിലായ എത്ര പേരുണ്ട്? എത്ര പേർ? അതുകൊണ്ടാണ് അതേ ഒന്നാം വാക്യം നമ്മൾ വായിച്ചത്, വിശ്വാസവും സൃഷ്ടിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുക. വിശ്വാസവും സൃഷ്ടിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുക. ഇന്ന് നിന്റെ തലമുറയെ ദൈവത്തിന്റെ വചനം കേൾപ്പിച്ചാൽ നാളെ അവർ വിശ്വാസത്തിൽ വളരും. ഇന്ന് നിന്റെ തലമുറയെ
അവിശ്വാസത്തിന്റെ വാക്കുകൾ കേൾപ്പിച്ചാൽ നാളെ ഒരു അന്ധകാര ശക്തിയുടെ പിടിയിലായിപ്പോകും. അതുകൊണ്ട് ബി കെയർഫുൾ. ഭവനം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഉൽപാദനത്തിന്റെ ഉറവിടമാകട്ടെ. ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം പ്രഖ്യാപിക്കുന്ന സ്ഥലമായി തീരട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് മുഴങ്ങി കേൾക്കുന്നത് വിശ്വാസത്തിന് ശബ്ദമാകട്ടെ. നിന്റെ തലമുറയുടെ ചെവിക്കകത്തെ കടന്നിരിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകളാകട്ടെ. നിന്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിലേക്ക് തുടിച്ചു നിൽക്കുന്നത് വിശ്വാസത്തിന്റെ വചനമാകട്ടെ. നീ വിശ്വസിക്കുന്നത് നീ പ്രഖ്യാപിക്കുക. ദൈവം നാളെ അത് ഉത്ഭവിപ്പിക്കാൻ പോകുന്നു. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 30-ാം അധ്യായം അതിന്റെ സ്തോത്രം 8-ാമത്തെ വാക്യം. അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കാമോ? എന്നാറേ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടർന്ന് പിടിക്കണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. നീ പിന്തുടരുക, നീ അവരെ നിശ്ചയമായും പിടിക്കും, സകലവും വീണ്ടുകൊള്ളുമെന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ആരുടെ അവരുടെ പശ്ചാത്തലം? ദാവീദാ. പ്രൈസ് ഗോഡ്. അതിന് 1-ാം വാക്യം വായിക്കുന്നുണ്ട്. അവൻ അതേ സ്വന്തം സിഗ്ലാഗിലേക്ക് കടന്നു ചെന്നപ്പോ തന്റെ ഭാര്യയും തന്റെ സമ്പത്തും തന്റെ ധനത്തെയും കൊള്ളയടിച്ച് കടന്നുപോയ അമാലിയക്കാരുടെ പ്രവൃത്തിയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അവിടെ വായിക്കുന്നത് കരയുവാൻ ശക്തി ഇല്ലാതെ ആകുവോളം ദാവീദ് സ്തോത്രം കരയുവാനിടയായി. സ്തോത്രം. ശക്തിയെല്ലാം ക്ഷയിച്ചു പോയി. ഒടുവിൽ അവൻ എഴുന്നേറ്റു. അവൻ ദൈവത്തിന്റെ അരുളപ്പാട് ചോദിപ്പാൻ ദൈവശബ്ദത്തിന് വേണ്ടി ചെവി കൊടുത്തു. അവനെ കേൾപ്പിച്ച ദൈവശബ്ദം അവന് വിശ്വസിച്ചത് മാത്രമല്ല, അവൻ ഇറങ്ങി പുറപ്പെട്ടു. അവിടെ വായിക്കുന്നത് എന്തെല്ലാം ശത്രു കൊള്ളയടിച്ചുവോ അത് മുഴുവനും താൻ കേട്ട ദൈവശബ്ദത്താൽ ഉത്ഭവിച്ച വിശ്വാസത്താൽ തിരികെ പിടിക്കുവാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കൃത്യമായി ജനത്തോട് പറയുന്നത് നീ വിശ്വസിച്ച് തിരികെ പിടിക്കേണ്ട ഒരു ദിനമാണ്. കഴിഞ്ഞ നാളുകളിൽ എന്തെല്ലാം ദുഷ്ടപിശാച് നിന്നിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയോ, വചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ഈ ആരാധനയിൽ തിരികെ പിടിക്കാതെ നീ പോകരുത്. നീ അതിന് തിരികെ പിടിക്കാതെ പോകരുത്. നിന്റെ സമ്പത്ത് ദുഷ്ടൻ കൊള്ളയടിച്ചെങ്കിൽ വിശ്വാസത്തെ നീ തിരികെ പിടിച്ചു പോകാവൂ. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം ദുഷ്ടൻ കൊള്ളയടിച്ചെങ്കിൽ ഇനി നീ തിരികെ പിടിക്കാതെ പോകരുത്. നിന്റെ കുടുംബത്തിന്റെ നന്മകളെ ദുഷ്ടൻ കല്ലിൽ കൊള്ളയടിച്ചെങ്കിൽ അതിനെ തിരികെ പിടിക്കാതെ പോകരുത്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം അതിന് തിരികെ പിടിച്ച് പോകുകയുള്ളൂ. ഈ ആരാധനയുടെ പറയുന്നത് ദൈവത്തിന് നഷ്ടപ്പെട്ട് ഈ ആരാധനയുടെ പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തില് ദുഷ്ടപിശാച് അടങ്ങിക്കൊണ്ട് പറയുന്നത് വിശ്വാസത്താൽ തിരികെ പിടിക്കുവാൻ ജനങ്ങൾ കൂട്ടുപിടിച്ച ആരാധനയാണ്. വിശ്വാസത്തിൽ നടത്തുന്നവരുണ്ട്. അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പലക്കാലം ദൈവം തന്നെ ഇവിടെ കൊണ്ടുവന്നത് നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കാനാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിച്ചോണം. ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. പക്ഷെ വചനത്തിൽ വിശ്വസിച്ച് വചനം കേൾക്കുന്നത് വിശ്വാസമായി പുറത്തു വരുന്നത് ചിലരെങ്കിലും നടുവിലുണ്ടെങ്കിൽ ഇത് മനസ്സിലാകും. അവർ നഷ്ടപ്പെട്ടതിനെ ഇന്ന് തിരികെ പിടിച്ച് മടങ്ങി പോകുകയുള്ളൂ. നിന്റെ പ്രാർത്ഥന ദുഷ്ടപിശാച് നഷ്ടപ്പെടുത്തിയെങ്കിൽ നീ അതിനെ തിരികെ പിടിച്ചോളൂ. നീ ആരാധന ദുഷ്ടപിശാച് നഷ്ടപ്പെടുത്തിയെങ്കിൽ ഇന്ന് അവരെ തിരികെ പിടിച്ചോളൂ. നിന്റെ ഉപവാസം ദുഷ്ടപിശാച് നഷ്ടപ്പെടുത്തിയെങ്കിൽ നീ അതിനെ തിരികെ പിടിച്ചോളൂ. ഇന്ന് ഇവിടെ വ്യാപിക്കുന്ന അഭിഷേകം നഷ്ടപ്പെട്ട ദുഷ്ടയാവാന ശക്തിയെ നഷ്ടങ്ങളെ കൊണ്ടുവന്ന ദുഷ്ട
ദൈവത്തിന്റെ ജനത്തെ ദൈവം വേർതിരിച്ചതാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടത്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം, അഥവാ ആരാധിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ ഇസ്രായേൽ മക്കൾ. പക്ഷേ മരുഭൂമിയിലെ യാത്രയ്ക്കകത്ത് എന്ത് കഴിക്കുമെന്ന്, എന്ത് ഭക്ഷിക്കുമെന്ന്, അത് സ്തോത്രം സ്തോത്രം ചിന്തിച്ചിരിക്കാനുള്ള അല്ലെങ്കിൽ അവസരം ദൈവം കൊടുത്തില്ല. ദൈവം എന്തെന്നറിയാം അവിടെ വായിക്കുന്നത്? സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവയുടെ സൃഷ്ടി വെളിപ്പെട്ടു. അത് വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ സങ്കീർത്തനം 74-ന്റെ 13-14 ഒന്ന് വായിച്ചാൽ, 74 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വായിച്ചാൽ, നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ, അടുത്ത വാക്യം, ലിബ്യാന്റെ തലയെ നീ തകർത്ത് മരുവാസികളാ ജനത്തിന് അതിനെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം. ഈ ഇസ്രായേൽ മക്കൾക്ക് ആഹാരം, ഭക്ഷിപ്പാനുള്ള ആഹാരം മന്ന, അതേ കഴിക്കുവാനുള്ള ഇറച്ചി, സ്തോത്രം, ഇത് എവിടെ നിന്ന് ലഭിച്ചു? വചനം പറയുന്നത് അവൻ സമുദ്രത്തിനകത്ത് നിന്ന് കാട പക്ഷികളെ പറപ്പിച്ചു. എങ്ങനെ? ലിവ്യതാന്റെ തലകളെ തകർത്ത്, തകർക്കപ്പെട്ട ലിവ്യതാന്റെ ഇറച്ചികൾക്കകത്ത് ചിറവ് വെപ്പിച്ച് വിശ്വാസത്താൽ ആരാധിക്കുന്ന ഇസ്രായേൽ മക്കളുടെ പാളയത്തിലേക്ക് ആ ഇറച്ചികൾ പറന്നു ചെല്ലുന്ന യഹോവയുടെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഇടയാക്കിയത്. വിശ്വാസത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നീ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ വിശ്വാസത്തിൽ ചിറക് വെച്ച്, നിന്റെ വിശ്വാസത്തിൽ ചിറക് വെച്ച് നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, നിനക്ക് ലഭിക്കേണ്ട വിടുതലുകൾ നീ ആരാധിക്കുമ്പോൾ തന്നെ വിശ്വാസത്താൽ ദൈവത്തെ ഉൾപ്പെടുത്തിക്കുക.
മൈലച്ച് അടകല വൈലത്തല തിരമാണ്. അതിന് ഇന്ന് വരെ പറയുന്നത് നീ ഈ ആരാധന വിശ്വസിച്ചാൽ ഈ വിടുതലുമായി കടന്നു പോകും. പലപ്പോഴും ദൈവശബ്ദം നിന്റെ ജീവിതത്തിൽ അവിശ്വസിച്ച് നീ അതിന് ഏറ്റെടുക്കാതെ മുമ്പോട്ട് പോയപ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ സൃഷ്ടി നടക്കാതെ പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ഈ ഹോളിനകത്ത് നീ വിശ്വാസത്താൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം, അദൃശ്യമായി ലോകത്തെ ചമച്ച ദൈവത്തിന്റെ കരം, ഈ സൂര്യനെ ചമച്ച ദൈവത്തിന്റെ കരം നിന്റെ വിഷയത്തിന് വേണ്ടി ഈ കരം നീക്കുകയാ. നിന്റെ വിഷയത്തിന് വേണ്ടി യഹോവയുടെ പൈതങ്ങൾ നീക്കുകയാ. നീ വിശ്വസിച്ചാൽ യഹോവയുടെ പ്രവൃത്തി കാണുകയാ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയത്തിന് വേണ്ടി യഹോവയുടെ കരം വെളിപ്പെടുക. നീ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോട് അതിന് ഏറ്റെടുക്കുമ്പോൾ നിന്റെ താരോഗ്യമായ വിഷയത്തിന് വേണ്ടി യഹോവയുടെ കരം പ്രത്യക്ഷമാവുകയാണ്. ദൈവത്തിൽ ഭൂമിയെ ഇറക്കുകയാ. നീ പ്രാർത്ഥിക്കുന്ന മണ്ഡലങ്ങളിൽ നിനക്ക് വേണ്ടി വെളിപ്പെടേണ്ട വിടുതലുകൾ, നിനക്ക് വേണ്ടി വെളിപ്പെടേണ്ട വിടുതലുകൾ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗമെന്ന് പ്രഖ്യാപിക്കുകയാ. ഒരു വാക്കുകൾ വായിച്ചു നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം. അതിന്റെ 12-ന്റെ 21 മുതലുള്ള വാക്യം വായിക്കാമോ? നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്നു അവനോട് പ്രസംഗം കഴിപ്പിച്ചു. അടുത്തത് ജനം വിളിച്ചു പറഞ്ഞു, ഇത് മനുഷ്യരുടെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം എന്ന് ജനം ആർത്തു. അടുത്തത് അവർ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണൻ. അടുത്ത വാക്യങ്ങളെ എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. എന്ത് മനസ്സിലായി? അതേ സ്തോത്രം. നമ്മുടെ വാക്കുകൾ നിർത്തുന്നതിന് മുമ്പ് ഓർപ്പിക്കട്ടെ, ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. 1-ാം വാക്യം വായിക്കുന്നത്, ഹെരോദാവ് യാക്കോബിനെ വാൾകൊണ്ട് കൊന്നു, പത്രോസിനെ പിടിച്ച് ജയിലടച്ചു. അടുത്ത ദിവസം അതേ ജനവും ഹെരോദാവും ചിന്തിച്ചത് യാക്കോബിനെ കൊന്നതുപോലെ ആരെയും കൊല്ലാം, പത്രോസിനെ കൊല്ലാം. പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു സംഭവം എന്തെന്നറിയാമോ? സ്വത്രം സഭ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഒന്നിച്ചു. എന്താണ് അവിടെ വായിക്കുന്നത്? സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥിക്കാൻ സഭ തുടങ്ങിയപ്പോൾ, പ്രാർത്ഥിപ്പാൻ ദൈവം തുടങ്ങിയപ്പോ ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റുകയില്ല. ദൈവം ചെയ്തത് ദൂതനെ അയച്ചു. എവിടേക്ക് അയച്ചു? പത്രോസ് കിടക്കുന്ന കാരാഗ്രഹത്തിലേക്ക് അയച്ചു. അടുത്ത നമ്മൾ വായിക്കുന്നത്, ദൂതൻ ഇറങ്ങി വന്ന് അത് കൂർക്കം വിളിച്ച് ഉറങ്ങുന്ന പത്രോസിന്റെ പുറത്ത് തട്ടി, പുറത്ത് തട്ടി അവനെ എഴുന്നേൽപ്പിച്ചു. കയ്യെ പിടിച്ച് 1-ാം വാതിൽ തുറന്ന്, 2-ാം വാതിൽ തുറന്ന്, ഇരുമ്പ് വാതിൽ തനിയെ തുറന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് മുമ്പിലേക്ക് നിർത്തി. നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവം ദൂതനെ അവർക്കൊന്ന് വിടുവിക്കാൻ ഇറങ്ങി വന്ന ദൂതൻ പത്രോസിനെ വിടുവിച്ചിട്ട് പോയില്ല. അടുത്ത വാക്യം അവിടെ വായിക്കുന്നത്, ഹെരോദാവ് സംസാരിച്ചു, ജനം ആർത്തു, ദേവന്റെ ശബ്ദം. അവിടെ വായിക്കുന്നത്, പത്രോസിനെ വിടുവിപ്പാൻ ഇറങ്ങി വന്ന ദൂതൻ ദൈവവചനം പരക്കാതെ ദൈവവചനത്തിന്റെ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്ന ഹെരോദാവിനെ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട
വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ആത്മാവിന്റെ ഭാഗത്ത് എന്നോട് സംസാരിച്ചു. ഈ പകൽ എന്റെ ജീവിതത്തിന് വിടുതല പകരണം.